ഈ കലോത്സവ നഗരിയില് മത്സര ചൂട് ഇങ്ങനെ കനത്തുകൊണ്ടിരിക്കുമ്പോ വെയിലിനൊപ്പം തന്നെ അതായത് മത്സരവും തകർത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മത്സരത്തിന്റെ ചൂടേറുന്നതോടൊപ്പം തന്നെ വേനൽ ചൂടും കടത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. നമുക്ക് അല്പം മോരും വെള്ളം കുടിച്ച് തുടങ്ങിയാണ്. അതായത് കുടുംബശ്രീയുടെ വിപണന മേളയിലാണ് നല്ല മോരും വെള്ളം കാര്യങ്ങളൊക്കെ ഇവിടെ വത്തക്ക വെള്ളമുണ്ട്, മോരും വെള്ളമുണ്ട്. നമുക്ക് അവരോടൊന്ന് ചോദിക്കാം. നമസ്കാരം ഉണ്ട് കേട്ടോ. എന്റെ ചേച്ചിയുടെ പേരെന്താ? എന്റെ നിഷ. നിഷ അല്ലേ? എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്? ഇവിടെ ഉപ്പിലിട്ടത്, പിന്നെ ലൈമ്, പിന്നെ മോര്, പിന്നെ വത്തക്കവെള്ളം. ഈ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി എല്ലാതും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. ചേച്ചി, എനക്കൊരു മോരും വെള്ളം. ഇത് എത്ര ആളുകളുണ്ട് നിങ്ങളിവിടെ CDSന്റെ പ്രവർത്തകര്? 10-15 ആളുണ്ട്. അങ്ങനെയുണ്ട്. അപ്പൊ ഇതെങ്ങനെയാ ഇവിടെ ചെലവുണ്ടോ? കുട്ടികളാണോ അതോ? കുട്ടികളധികം. ഈ മോര് നിങ്ങൾ എവിടുന്നാ കൊണ്ടുവരുന്നത്? ചൂട് വല്ലാത്തൊരു ചൂട് അനുഭവപ്പെടുന്ന സമയത്ത് ഈ മോരും വെള്ളം ഭയങ്കര ആശ്വാസമായിരിക്കും അല്ലേ? പൊതുവെ ഒരുപാട് ആളുകൾ വരുന്നുണ്ടല്ലേ? പ്രത്യേകിച്ചിട്ട് ചൂടുകാലം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ മോരുമുള്ളൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് വരുന്നുണ്ട്. എങ്ങനെയുണ്ട് മോരുമുള്ളം ചാന്ദിനി? മോരുമുള്ളം നല്ല ചേച്ചി പറഞ്ഞതുപോലെ തന്നെ തനത് സാധനം. അതെ അല്ലേ? വേറെ എന്തൊക്കെ ഐറ്റാ ഉള്ളത്? പൈനാപ്പിൾ ഉണ്ടല്ലേ? വത്തക്കയാണല്ലേ ഇത്? മാങ്ങ അല്ലേ? ഇത് എന്ത് മാങ്ങയാ? മാങ്ങയുടെ സീസൺ അല്ലല്ലോ അല്ലേ? നമ്മൾ കൊണ്ടുവരും നമ്മള്. ഇതിപ്പോ ഈ ഉപ്പിലിട്ട ഐറ്റംസ് അല്ലാതെ നമ്മുടെ ഈ CDSന്റെ വേറെ എന്തെങ്കിലും ഐറ്റങ്ങൾ ഇവിടെ ഉണ്ട്? പിന്നെ പലഹാരത്തിന്റെ, പിന്നെ അച്ചാറിന്റെ യൂണിറ്റ് എന്റേതാണ്, എന്റെ സ്വന്തം. ചാന്ദിനി, പെട്ടെന്ന് മോരുവെള്ളം കുടിച്ചിട്ട് നമുക്ക് അവിടെ അച്ചാറും മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അവിടത്തേക്ക് പോകാം. അതായത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന പലഹാരങ്ങളാണ് കേട്ടോ ഇതൊക്കെ. വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയാണ്. ഇതിനെന്താ പറയാ? ഇതിനെന്താ പറയാ? ഞങ്ങളുടെ നാട്ടില് കോലപ്പം എന്നാ പറയാ കേട്ടോ. വേറെ 1-2 ഐറ്റം ഉണ്ട് കേട്ടോ. ഇതിനെന്താ പറയാ? ഉണ്ണിയപ്പം ഉണ്ട്. ഞങ്ങളുടെ നാട്ടില് ഇതിന് നെയ്യപ്പം എന്ന് പറയും കേട്ടോ. കാരപ്പാണല്ലേ? പിന്നെ ഹോം മെയ്ഡ് അച്ചാർ എന്ന് പറയുന്നത്. നോക്കാം നമുക്ക് എന്തൊക്കെ അച്ചാറാണ് ഉള്ളത് നമുക്ക് നോക്കാം. കല്ലൂസാണ് കേട്ടോ. കല്ലൂസിന്റെ മാങ്ങ അച്ചാറുണ്ട്. കാന്താരി മുളക് വളരെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നാണ് പറയുന്നത് അല്ലേ? ശരീരത്തിന് ഏറ്റവും വലിയ ഗുണം ചെയ്യുന്ന ഒന്നാണല്ലേ കാന്താരി മുളക്. 1 കിലോ കാന്താരിക്ക് 400 രൂപയാണ് ഇപ്പൊ മാർക്കറ്റിൽ വില. കാന്താരി ഇവിടെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെന്തൊക്കെ അച്ചാറുള്ളത് നമുക്ക് നോക്കാം. മാങ്ങ അച്ചാറാണ് ഇവിടുത്തെ താരം. ഏറ്റവും കൂടുതൽ വിൽപ്പനക്ക് വെച്ചിട്ടുള്ളതും നമ്മുടെ മാങ്ങ അച്ചാറാണ്. കല്ലൂസിന്റെ മാങ്ങ അച്ചാർ നമ്മുടെ കുടുംബശ്രീ, തീർച്ചയായും നമ്മുടെ കുടുംബശ്രീയുടെ അമ്മമാര് അവരുടെ വീടുകളിൽ നിന്നുണ്ടാക്കി അവരുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ചില സാധനങ്ങളാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത് കേട്ടോ. ഈ പാക്കറ്റ് ഐറ്റംസിന്റെയും ഇതിന്റെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ചേച്ചിയാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇന്ന് തുടങ്ങിയതാണ് നമ്മള്. അപ്പൊ ഇത് പിന്നെ ഇതിന്റെ യൂണിറ്റ് തുടങ്ങി 2012-ലാണ്. പിന്നെ ഇതിപ്പം വിൽപ്പന ചെയ്യുന്നത് നമ്മളെ പിന്നെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന നമ്മളെ കൊറ്റിയിലാണ്. കൊറ്റിയില് കുഞ്ഞാമിനമ്മേന്റെ സാധനമാണ്. അപ്പൊ നമ്മള് വിൽപ്പനക്ക് വേണ്ടിട്ട് നമ്മളെ ഉപയോഗിച്ചത്. നമ്മൾ CDSന്റെ ഉപസമിതി കൺവീനറാണ്. അപ്പൊ ഇവിടെ നിൽക്കാൻ വേണ്ടിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരുങ്ങിയാണ്. അതായത് കൊച്ചിയില് നമ്മുടെ കുഞ്ഞാമ്മനമ്മയുടെ സ്ഥാപനത്തിൽ നിന്ന് ഉണ്ടാക്കിയതാണ് അല്ലെ? ഹോം മെയ്ഡ് അല്ല, അതായത് നമ്മുടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുള്ള ഒറിജിനൽ സാധനങ്ങളാണ്. ഇതിനൊക്കെ ഇപ്പൊ വളരെയധികം ചെലവുള്ള ഒരു കാലഘട്ടമാണ് അല്ലെ? എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ശരിക്ക്? പത്തിരിപ്പൊടി, പിന്നെ മീറ്റ് മസാല, ചില്ലി പൗഡർ, പിന്നെ അച്ചാർ പൗഡർ, പിന്നെ മഞ്ഞപ്പൊടി. നമ്മുടെ മാർക്കറ്റിനെ അപേക്ഷിച്ചിട്ട് ഇവിടെ പൊതുവെ വില കുറവായിരിക്കും അല്ലെ? കുടുംബശ്രീ സ്റ്റാളിൽ വെച്ച് കൊടുക്കുമ്പോഴുമ്പോ അതിന് കുറവാണ് അല്ലെ? ചാന്ദിനി, നല്ല ഒരു പാക്കറ്റ് പുട്ടുപൊടി വാങ്ങാം, എന്റെ വീട്ടിൽ കൊണ്ടുപോവാം. അതായത് വീട്ടിൽ നിന്നാണെങ്കിൽ ഒരുപാട് പണിയുണ്ട്. നമ്മള് അരി വാങ്ങണം, അത് പൊടിക്കണം, പുട്ടുണ്ടാക്കണം. പക്ഷെ ഇനി എന്ത് പറഞ്ഞാലും ശരി, പൊടി കൊണ്ടുപോയാലും പുട്ട് എന്തായാലും ഉണ്ടാക്കിയേ പറ്റൂ കേട്ടാ. ഒറിജിനൽ സാധനം. അതുകൊണ്ട് എല്ലാരോടും പറയാനുള്ളത് നമ്മുടെ കുഞ്ഞാമിനകത്ത് അല്ലെ? കുഞ്ഞാമിനമ്മയുടെ പുട്ടുപൊടിയും അതുപോലെ തന്നെ അച്ചാർപ്പൊടിയും എല്ലാം ഇവിടെ കുടുംബശ്രീയുടെ സ്റ്റാളില് ഇറക്കിയിട്ടുണ്ട്. ചേച്ചിയുടെ പേരെന്താ? നളിനി. CDSന്റെ ഉപസമിതി കൺവീനറാണ്. ഒന്നിങ്ങോട്ട് വരാൻ പറ്റുമോ? എന്തൊക്കെയാണ് നമ്മുടെ CDSന്റെ പ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ? CDSന്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ
കുറേ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ അടുക്കളയിൽ നിന്ന് ഇപ്പം മരങ്ങത്തേക്ക് സ്ത്രീകൾ വരാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇതുവഴി. അപ്പം ഇപ്പം നമ്മൾ ഭർത്താക്കന്മാരെ കൈ കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ നമ്മളെ സ്വന്തം കാര്യം നിറവേറ്റാൻ പറ്റുന്നുണ്ട്. സന്തോഷം. ഇവിടെ കുടുംബത്തിലെ ഒരു പിന്നെ നല്ലൊരു കാര്യമല്ലേ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെറിയൊരു വരുമാനമെങ്കിലും നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടാവണം. നമ്മളൊരു തൃപ്തി സമ്പാദ്യം ഉണ്ടാക്കണമെങ്കിൽ നമ്മളെ ഭർത്താവിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ മക്കളുടെ കയ്യിൽ നിന്നോ ആവശ്യപ്പെടും. അത് വേണ്ടല്ലോ. അപ്പൊ നമ്മൾ ചെറിയൊരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ലാഭത്തിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ മുമ്പിൽ നമ്മൾ കൈനീട്ടേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ നമ്മൾ തന്നെ അത് പരിശ്രമിച്ചിട്ട് നമ്മൾ തന്നെ ചെയ്യുന്നത് നല്ലതായെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇപ്പം നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ പല പിന്നെ മേഖല എടുത്ത് പരിശോധിച്ചാൽ ഇന്നിപ്പം നല്ല വികസനത്തിലാണ് പോകുന്നത്. ഒരുപാട് പിന്നെ ഇപ്പം ഹരിതകർമ്മസേന, അതുപോലെ സെക്യൂരിറ്റി, പിന്നെ ഇത് എന്താണ് പറയണ്ട ഹോട്ടല്, അങ്ങനെയുള്ള സംരംഭങ്ങളിൽ ഒരുപാട് നമ്മൾ നല്ല എന്തായാലും അതെ ചാന്ദിനി, എന്തായാലും നമുക്കറിയുന്നത് സ്ത്രീകളുടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ബിസിനസ് ഇവിടെ നിൽക്കട്ടെ, നമ്മുടെ ഈ കലോത്സവ നഗരിയിൽ നിൽക്കുമ്പോ ഓർമ്മകൾ അയവിറക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ ഇവിടെ? കലോത്സവത്തിന് മുന്നേ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ? ഓർമ്മകളിലുണ്ട്. നമ്മളെ മുമ്പത്തെ കാലത്ത് ഞാൻ നല്ല എല്ലാത്തിലും സംഗീതത്തിലായാലും ഡാൻസിലായാലും എല്ലാം എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു രംഗാണിത്. കലോത്സവം എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ നല്ല സന്തോഷം തോന്നുന്നൊരു പാട്ട് പാടാറുണ്ടോ? പാട്ട് പാടാറുണ്ട്. ഏത് മുദ്രഗീത? മുദ്രഗീത ഉണ്ടല്ലോ ഇത് പറയാം. പാടാം. എന്തായാലും നല്ല രീതിയിലുള്ള ഒരു പാട്ട് പാടിക്കൊണ്ട് നമ്മോടൊപ്പം ചേരുകയാണ്. പാടിക്കോളൂ, പാട്ട് പാടി. നാടൻ പാട്ട് പാടിയാലോ അല്ലേ? ആ ഏ ഓ ആ ഏ ഓ കൈതോല പായ വിരിച്ച് പായലൊരു പറ നെല്ല് പൊലിച്ച് അത് കുത്താൻ എപ്പോ വരും നിന്റെ അമ്മവന്മാരി പൊന്നേ, കത് കുത്താൻ എപ്പോ വരും നിന്റെ അമ്മവന്മാരി പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ കൈതോല പായ വിരിച്ച് പായലൊരു പറ നെല്ല് പൊലിച്ച് കാതുകുത്താൻ എപ്പോ വരും നിന്റെ അമ്മവന്മാര് പൊന്നേ, കാതുകുത്താൻ എപ്പോ വരും നിന്റെ അമ്മവന്മാര് പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ ആ ഏ ഓ ആ ഏ ഓ. ഗംഭീരായിട്ടുണ്ട് കേട്ടോ. എന്തായാലും പറഞ്ഞില്ലേ കലോത്സവത്തിന്റെ ഓർമ്മകൾ അയവിറക്കാനുണ്ടെന്ന് ചേച്ചിനെ കണ്ടപ്പോ തന്നെ തോന്നിയത്. കുറച്ച് ഉമ്മമാര് നമുക്ക് അവിടെ അത്യാവശ്യമായ നല്ല പലഹാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് അവരെ കൂടെ ഒന്ന് പരിചയപ്പെടാം. വ്യത്യസ്തമായിട്ടുള്ള നല്ല പലഹാരങ്ങളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഉമ്മമാരെ ഒന്ന് പരിചയപ്പെടാം. ചാന്ദിനി, ആരൊക്കെയാണെന്ന് നമുക്ക് നമ്മുടെ നഗരസഭയുടെ തന്നെ പാചകമാണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ. നല്ല മണം വരുന്നുണ്ടല്ലേ, നല്ല നെയ്പത്തലിൻ്റെതും നല്ല രുചിയുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാ ചേച്ചി നമസ്കാരം. എന്തൊക്കെ ഐറ്റങ്ങൾ ഉണ്ട് ഇവിടെ റെഡി ആയിട്ട്? ഇവിടെ ഇപ്പൊ റെഡി ആയിട്ടില്ലെന്ന് വെച്ചാല് നെയ്പ്പത്തിലുണ്ട്, മുട്ട വടയുണ്ട്, പിന്നെ കൽമാസ് ഉണ്ട്, ബ്രെഡ് ഷവർമ ഉണ്ട്, പിന്നെ വെച്ചാല് നെയ്പ്പത്തിൽ ചിക്കൻ കറി ഉണ്ട്, പിന്നെ ബ്രെഡ് അവിടെ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ 3 പേരേ ഉള്ളോ ഇതിപ്പോ നടത്താൻ വേണ്ടിട്ട്? 3 പേരേ ഉള്ളൂ. എപ്പോ സ്റ്റാർട്ട് ചെയ്തു ഈ ഒരു സ്റ്റാള്? ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാരും ഒന്ന് പേര് പറഞ്ഞു. എന്റെ സൽമത്ത്, ഖദീജ, നസീമ. 3 പേരുടെ സ്ഥലം എവിടെയാ? വെള്ളൂര്. അല്ലേ? അപ്പോ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോ കൂടുതൽ ഐറ്റംസ് ഇനി ഉണ്ടാക്കാനുണ്ടോ? ഉണ്ടാക്കാനുണ്ട്. ഇനി എത്ര ഐറ്റംസ് ഒരു ദിവസം ഏകദേശം എത്ര ഐറ്റങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും? 10 ഐറ്റംസ്. 10ഓളം ഐറ്റംസ് ഉണ്ടാവൂലേ? ചെലവായി പോകാത്തൊരു ബുദ്ധിമുട്ടുണ്ടോ? ഒന്നുമില്ല. ഇവിടെ തയ്യാതേ ഉള്ളൂ. തീരുന്നില്ല. കുട്ടികളൊക്കെയും വന്ന് വാങ്ങുന്നുണ്ട്. ലൈവായിട്ട് ആക്കി കൊടുക്കുന്നത് കൊണ്ട് ഫ്രഷ് സാധനം അല്ലേ? അതെ. ഇതിപ്പോ ഏകദേശം ഒരു 4-5 ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇനി എന്തൊക്കെ ഐറ്റംസ് ഇനി ആക്കാനുള്ളത്? ഇനി വെച്ചാൽ കട്ട്ലറ്റ് ആക്കാനുണ്ട്, പിന്നെ സമൂസ ആക്കാനുണ്ട്, പഴംപൊരി ഉണ്ടാക്കാനുണ്ട്, ചിക്കൻ റോൾ ഉണ്ടാക്കാനുണ്ട്.
ആ ഇനിയും ഈവനിങ്ങില് ബിരിയാണി, നെയ്പ്പത്തില് ചിക്കന്. സന്ധ്യക്ക് ശേഷം ഇപ്പൊ സ്റ്റാർ എത്ര മണി മുതൽ സ്റ്റാർട്ട് ചെയ്ത് എത്ര മണി വരെ ഉണ്ട് നിലവില്? 8 മണിക്ക് സ്റ്റാർട്ടായി, രാത്രി ഒരു 12. കൂടുതൽ ഉച്ചയ്ക്ക് ശേഷമാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം കുറച്ചുകൂടെ ആൾക്കാർ ഹെവി ആയിട്ട് കഴിക്കാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർട്ടർ മാത്രമേ ഉള്ളൂ അല്ലേ? ആരംഭിക്കുന്നു. അപ്പൊ ഈ നിങ്ങളിപ്പോ വീട്ടിലെ കൂട്ട് ആ ഒരു രുചിക്കൂട്ടാണോ ഇവിടുത്തെ? UP വിഭാഗം ഭരതനാട്യ മത്സരം ആരംഭിക്കുകയാണ്. പാസ്പോർട്ട് നമ്പർ 184. പിന്നെ നമ്മൾ കുറച്ച് വെറൈറ്റി വെള്ളം കൂടെ ഇവിടെ ഉണ്ട്. പക്ഷെ അത് ഇപ്പം നമുക്ക് ഫ്രീസറിന്റെ ഒരു ചെറിയ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് അത് സെറ്റ് ആവണത്ര. ഇപ്പൊ ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോൾ ഫ്രീസറൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇന്ന് കലോത്സവത്തിന്റെ 2ാം ദിനം ആയതേ ഉള്ളൂ. ഇനിയും ഉണ്ട് 2 ദിവസങ്ങൾ, ഇനിയും 2-3 ദിവസങ്ങൾ ഉണ്ട് അല്ലേ? എന്തായാലും നല്ല രീതിയിലുള്ള ഒരു കച്ചവടം പയ്യന്നൂരിൽ നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ലെ. പ്രത്യേകിച്ച് നമ്മുടെ അമ്മായി കടികളാണ് അല്ലെ കൂടുതലുള്ളത്. കാരണം പ്രത്യേകിച്ച് നമുക്കൊരു സാധാരണ കടകളിലൊന്നും കിട്ടാത്ത കടികളാന്ന് തോന്നുന്നു കൂടുതലായിട്ടും. പ്രത്യേകിച്ച് ഇവർ വീടുകളിൽ ഉണ്ടാക്കുന്ന കടികൾ അല്ലെ. വളരെ ചിക്കനും ഒക്കെ അടക്കമുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. അതല്ലേ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാര് ഇന്നലെ ഈ സന്ധ്യക്ക് വന്ന ആൾക്കാരെല്ലാം പറയുന്നുണ്ടായി നമ്മള് ഒരു മുസ്ലിം സ്നാക്സ് പ്രതീക്ഷിച്ചിട്ടാണ് ഇവിടെ വന്നത്. പക്ഷെ നമ്മൾ ആ പ്രതീക്ഷിച്ച രീതിയിൽ ഇവിടെ കണ്ടില്ല. അപ്പം അങ്ങനെ പ്രതീക്ഷിച്ച് വരുന്ന ആൾക്കാരെ നമ്മളെന്തായാലും ഇത് നിരാശപ്പെടുത്തൂല. പത്തിലും ബീഫും ആഗ്രഹിച്ച് വരുന്നവരുണ്ടാവില്ല. അപ്പൊ ഇന്ന് മുതൽ അത് ആദ്യം വന്നാടെ ഒരു സ്റ്റാർട്ടിങ് ഇതുണ്ടാവല്ലോ, അതിന്റെ ഒരു ബുദ്ധിമുട്ട്. നാളെ മുതൽ ഇന്ന് വൈകുന്നേരം മുതലെല്ലാം എല്ലാം സെറ്റ് ആയിരിക്കും. ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് വരുന്നത്. അപ്പൊ അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകളും നമുക്ക് ഒരു സ്റ്റാർട്ടിംഗ് പ്രോബ്ലം നല്ലോണം ഉണ്ട്. അതിൽ വീട്ടുകാരുടെ സപ്പോർട്ട് നമ്മുടെ ഒരു പ്രവർത്തനങ്ങൾക്ക് രണ്ടാളാണ് മെയിനായിട്ട് ഇവരെ ഞാൻ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് ഞാൻ ശ്രമിച്ചതാണ്. ഞാന് വീട്ടിൽ നിന്ന് ചെയ്യുന്നതാണ്, പുറത്ത് പോയിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്. അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട്. അതായത് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടുന്ന പൈസ നമുക്ക് തന്നെ കണ്ടെത്താൻ വേണ്ടി പറ്റുന്നുണ്ട്. കുടുംബശ്രീയിൽ കൊടുക്കേണ്ട പൈസ നമുക്ക് തന്നെ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ഇത് കുറച്ച് മുന്നേ ചെയ്യേണ്ടതാണെന്ന് ഇപ്പൊ തോന്നില്ലേ അല്ലേ? സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? എന്തായാലും ചാന്ദിനി നല്ല സപ്പോർട്ട് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു കലോത്സവ നഗരിയിൽ വന്ന് നിൽക്കുമ്പോ അല്ലെ. ഇതിനു മുന്നേ ഇങ്ങനെ ഒരു കലോത്സവ നഗരി അഭിമുഖീകരിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ കലോത്സവത്തിൽ? ഒരു സ്റ്റാൾ ഇടണം എന്ന് ഇവര് പറയും. അപ്പം ഇവരെ മുന്നോട്ട് കൊണ്ടുവരണം എന്ന് എനിക്കും നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പം ഇങ്ങനെ ഒരു സംഭവം തുടങ്ങുമ്പം ഇവര് ചെയ്താലോ എന്ന് ഇങ്ങനെ പറഞ്ഞു. ആ പറഞ്ഞ സ്പോട്ടിന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു കുടുംബശ്രീ ബന്ധപ്പെട്ടിട്ട്. ഇപ്പൊ ഒരു ആത്മധൈര്യം കിട്ടിയില്ലേ? ഇനി അങ്ങോട്ടുള്ള പരിപാടികളിലും ഇതുപോലെ അതെ. നമുക്ക് ഏതായാലും നികേഷ് ചേട്ടാ ഇവരുടെ ഈ രുചികളും ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് കഴിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ അഭിപ്രായം കൂടി നമസ്കാരമുണ്ട്. ചായ കുടിച്ചോ? ചായ കുടിച്ചു. നമ്മുടെ കടയിലെ പലഹാരങ്ങൾ അടിപൊളിയായിരുന്നു. എന്തൊക്കെ കഴിച്ചു ഇവിടുന്ന് കടികളായിട്ട്? കടി ബ്രെഡ് പോക്കറ്റ് കഴിച്ചു. ഇഷ്ടായോ? ഇഷ്ടായി. നമ്മുടെ ഈ മയം കലർത്താത്ത നമ്മുടെ അതാണ്, അതുകൊണ്ട് തന്നെ. പിന്നെ ഇവര് നമ്മുടെ നാട്ടുകാരാണ്, അതുകൊണ്ട് അറിഞ്ഞ് തേടി വന്നത്. ഇങ്ങനെ ഒരു സ്റ്റാൾ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തേടി വന്നതാ. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റാൾ ഇട്ടു എന്നുള്ളത് തന്നെ ഒരു സന്തോഷമല്ലേ? അതെ. കുടുംബശ്രീന്റെ ഒരു അങ്ങനെ ഒരു നല്ലൊരു ഇത് ഇനിയും വളർന്നു വരട്ടെ എന്ന് പറയുന്നത്. ഓരോരു സ്ഥലത്തും ഇങ്ങനെ നമുക്ക് എന്ന് പറഞ്ഞാല് മറ്റുള്ളിടത്ത് നിന്നെല്ലാം കഴിക്കുമ്പോ ഒരു പേടി ഉണ്ടാവില്ല. ഇവരതാകുമ്പോ അങ്ങനെ പേടിക്കണ്ട രീതിയിൽ കഴിക്കാം. അതെ. അതായത് ചാന്ദിനി, നമുക്ക് ഇവിടെയുള്ള അമ്മമാരോട് പറയാനുള്ളത്, നമ്മുടെ പ്രദേശത്തുള്ള ആളുകളോട്, എല്ലാവരും കലോത്സവ നഗരിയിൽ വരണം, ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കണം, ഇവരെ പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് അല്ലെ? അപ്പൊ തീർച്ചയായും ഏതായാലും കലാപരിപാടികൾ തുടരുകയാണ്. അപ്പൊ നമുക്ക് ഏതായാലും അങ്ങോട്ട് പോകാം അല്ലെ? അപ്പൊ നമ്മുടെ ക്യാമറമാന്റെ പേര് കൂടെ നമുക്ക് പരിചയപ്പെടുത്താം. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറ പേഴ്സൺ അഗ്നിവേശിനൊപ്പം ചാന്ദിനി, നികേഷ് താവോ.